എല്ലാ പ്രിയ കുടുംബാംഗങ്ങൾക്കും നിറഞ്ഞ കുടുംബ ബന്ധത്തിൻ്റെ കയ്പും മധുരവുമെല്ലാം സ്മരണയിൽ കൊണ്ടുവരാനായിട്ട് എൻ്റെ പ്രണാമം. ഓരോ അനുഭവങ്ങളും, ഓരോ വ്യക്തിയുടെ അനുഭവങ്ങളുമെല്ലാം നമ്മൾ കേൾക്കുമ്പോൾ, അറിയുമ്പോൾ അതിൽ നിന്ന് നമുക്ക് കുറേ പഠിക്കാനുണ്ട്. ധാരാളം വ്യക്തികൾ പറയുന്നു കരച്ചിൽ വരുന്നു, ദുഃഖം തോന്നുന്നു എന്ന്. ഏതാണ്ട് എല്ലാവരും പറഞ്ഞു. കുറെ പേര് പറഞ്ഞു സാറിൻ്റെ ഭാര്യ ഈ ലോകത്ത് നിന്ന് യാത്ര പറഞ്ഞതിന് ശേഷം കുറേ പേർക്ക് ജീവിത ബന്ധങ്ങളുടെ ആഴവും പരപ്പും മനസ്സിലാക്കാനുള്ള ഈ ക്ലാസ് ഹൃദയസ്പർശിയാകുന്നു. ആ വരികൾക്കെല്ലാം പ്രണാമമർപ്പിക്കുന്നു. യഥാർത്ഥത്തിൽ ഹൃദയസ്പർശിയാക്കി അത് കഴിയുന്നത്രയും കുടുംബാംഗങ്ങളിൽ മനസ്സിൽ മാറ്റം വരുത്താനുള്ള ഒരു ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ ക്ലാസ് എടുക്കുന്നത്. ഇന്നലെ രാത്രി വളരെ വൈകിട്ട് ഒരാൾ പെട്ടെന്ന് വിളിച്ചു, സർ എന്താ വേണ്ടതെന്ന് ചോദിച്ചു. പിന്നെയും അദ്ദേഹം 2-3 പ്രാവശ്യം സാർ എന്ന് പറഞ്ഞു. എന്തിനാ രാത്രി വിളിച്ചതെന്ന് ചോദിച്ചു. സാറ് കൊടുത്ത ആ കുടുംബ സന്ദേശം വായിച്ചു സാർ, വിറങ്ങലിച്ചു പോയി സാർ. ആരോടാ മാപ്പ് പറയേണ്ടതെന്ന് അറിഞ്ഞൂടാ സാർ. കുറ്റബോധം കൊണ്ട് എനിക്ക് കിടക്കാൻ വയ്യ സാർ. എൻ്റെ കുറ്റബോധം എന്നെ വിഴുങ്ങുന്നു, എൻ്റെ അകത്ത് കത്തുന്നു കുറ്റബോധം. എന്താ ചെയ്യേണ്ടതെന്ന് അറിഞ്ഞൂടാ. ഇദ്ദേഹം ഇങ്ങനെ പറയുന്നുണ്ട്. എയർ അകത്തേക്ക് എടുക്കുന്ന ആ ദുഃഖത്തിൻ്റെ ഇത് കാണാൻ സാധിക്കും. ഞാൻ കാര്യമായിട്ടൊന്നും ചോദിക്കാൻ പോയില്ല. ഒരു 10 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഒത്തിരി കുടുംബങ്ങൾക്ക് ഇത് പ്രയോജനപ്പെടും സാർ. അവർക്കെല്ലാം അവരിൽ നിന്ന് അബദ്ധം വരാതിരിക്കാൻ, അവർക്ക് നഷ്ടബോധമില്ലാതിരിക്കാനും കുറ്റബോധമില്ലാതിരിക്കാനും ഇതേ വരി തന്നെ അദ്ദേഹം പറഞ്ഞത് വളരെയേറെ സഹായിക്കും സാർ. ഇങ്ങനെയെല്ലാം പറയുന്നവരൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് നമുക്കൊക്കെ പറ്റിയ അബദ്ധം. ഒരു 10-20 സെക്കൻഡ് കൂടി കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, പലപ്പോഴും പലരും ഇതെല്ലാം പേഴ്സണലാണ്, ഇതെല്ലാം പുറത്തു പറയേണ്ടതല്ല, ഇതെല്ലാം ഉള്ളിൽ ഒതുക്കേണ്ടതാണ്, ഇല്ലെങ്കിൽ കുടുംബകാര്യങ്ങളൊക്കെ എന്തിനാ പുറത്തേക്ക് പറയുന്നത് എന്ന് വിചാരിച്ച് ജീവിത സത്യങ്ങൾ പറയാതെ ആരെയും അറിയിക്കാതെ അവർ കഴിയുന്നു. അതുകൊണ്ട് പറ്റിയതാണ്. മറ്റുള്ളവർക്ക് അനുഭവത്തിന്റെ വെളിച്ചം കിട്ടുന്നില്ല. വളരെ നല്ല മെച്യൂർഡ് ആയിട്ടുള്ള ഒരു ശബ്ദമായിരുന്നു അദ്ദേഹത്തിൻ്റെത്. എത്ര മാറ്റം വരുത്താൻ സാധിക്കും? അദ്ദേഹം പറയുന്നു വലിയ മാറ്റം വരുന്നുണ്ട് സാർ. ഇത് കേൾക്കുന്നവരിലൊക്കെ വളരെ വലിയ മാറ്റം വരും. അത്രയും നമ്മുടെ ഉദ്ദേശമുള്ളൂ. എത്ര സാധിക്കും? ധാരാളം പേര് എഴുതിയിട്ടുണ്ട് നല്ല മാറ്റം വരുന്ന. നമുക്ക് ഏതായാലും മറ്റു പല രീതിയിലുള്ള കാര്യങ്ങൾ കൊടുക്കാൻ സാധിക്കില്ല. ഈ കുടുംബ ബന്ധം ദൃഢമാക്കാൻ മനസ്സിൽ മാറ്റം വരുത്തിയേ മതിയാവും. അത് ചിലപ്പോഴൊക്കെ ഞാനിങ്ങനെ ആലോചിക്കാറുണ്ട്. മരണശയ്യയിൽ അല്ലെങ്കിൽ വയ്യാതെ അനങ്ങാതെ കിടക്കുന്ന വ്യക്തിയോട് മോഷൻ പോയിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആ മോഷൻ പോയിട്ടുണ്ടെന്ന് പറയാനുള്ള കുറ്റബോധം, വേദന, അത് ഒരു എന്താ പറയുക, നെഞ്ചു പൊട്ടുന്ന വേദനയാണ്. ശരീരം അനങ്ങണില്ല, ഇടത്തോട്ടും വലത്തോട്ടും തിരിയാൻ പറ്റണില്ല. നമ്മൾ തിരിച്ചാൽ തന്നെ വേദനയാണ്. മോഷൻ പോയിട്ടുണ്ട് എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങളൊക്കെയാണല്ലോ അത് എടുക്കേണ്ടത് എന്ന കുറ്റബോധം. മാത്രമല്ല
നമ്മളെങ്ങാനും സാരമില്ല, അതങ്ങനെ ഇരിക്കട്ടെ, നാളെ രാവിലെ ക്ലീൻ ചെയ്യാമെന്ന് പറഞ്ഞാൽ അന്ന് രാത്രി കിടക്കുന്നത് മോഷനിലാണ്. ഇതെല്ലാം അനുഭവത്തിന്റെ വെളിച്ചത്തിലൂടെ ചിന്തിക്കുമ്പോൾ ഇതാർക്കെങ്കിലുമൊക്കെ പകർന്നു കൊടുത്തില്ലെങ്കിൽ എങ്ങനെ ആൾക്കാർ ചിന്തിക്കുക? വെറും ഭൗതികമായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ ഇതിന് വലിയ അർത്ഥമൊന്നുമില്ല. ശരിക്ക് ഭർത്താവ്, ഭാര്യ, മകൻ ഇവരാണ് നോക്കുന്നതെങ്കിൽ അവരെ കൊണ്ട് തൻ്റെ മൂത്രവും മലവും ഒക്കെ എടുപ്പിക്കേണ്ടി വരുന്ന സ്വബോധം, തലയ്ക്കകത്ത് ബോധമുണ്ടേ, ഹാർട്ട് ബീറ്റ് ഉണ്ട്, തലയിൽ അറിയാം ഇവരാണ് എടുക്കാൻ പോകുന്നത് തൻ്റെ മോഷൻ എന്ന്. അപ്പൊ ആ ജീവിച്ചിരിക്കുന്ന, എഴുന്നേക്കാനും ഇരിക്കാനും ബാത്റൂമിലേക്ക് പോവാനും വയ്യാത്ത വ്യക്തിയുടെ മാനസികാവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്കാം. എന്താ അല്ലേ? ശരിക്കും പറഞ്ഞാൽ അത് ചിന്തിക്കുമ്പോൾ തന്നെ കരച്ചിൽ വരുന്നു. അത് ശരിക്ക് അനുഭവിക്കാൻ സാധിക്കുന്നതാണ് നമുക്ക്. അതായത് 2, 3, 4 ദിവസമെങ്കിലും കിടക്കാതെ പോകുന്നവർ വളരെ കുറവാണ്. വളരെ നീണ്ടു കിടക്കുന്നത് വേറൊരു രീതിയിൽ, ഒട്ടും കിടക്കാതെ പെട്ടെന്ന് പോകുന്നവർ വളരെ റയറാണ്. ആ ദിവസങ്ങൾ വേണ്ടേ? ഏതായാലും നഴ്സുമാരെ വെച്ചാലും അല്ലെങ്കിൽ ഹോം നഴ്സിനെ വെച്ചാലും ഒക്കെ കുറെ കംഫർട്ടബിലിറ്റി ഉണ്ടെങ്കിലും നമ്മൾ തന്നെ ചിന്തിച്ചു നോക്കാം. നമ്മൾ സ്വബോധത്തിൽ ജീവിച്ചിരിക്കുമ്പോൾ ഇത് വേണ്ടി വരുന്നു എന്ന് ചിന്തിക്കുമ്പോൾ, ഞാനിത് പറയുന്നത് ഒന്നും വേദനിപ്പിക്കാനല്ല. ഒരു വ്യക്തി വളരെ ഭംഗിയായിട്ട് എഴുതുകയുണ്ടായി, പരിധിക്കപ്പുറം ഇതിനെക്കുറിച്ചൊന്നും ചിന്തിക്കേണ്ട, അങ്ങോട്ട് പോവാം, പോകുന്നിടത്തോളം പോട്ടെ. അത് തന്നെയാണ് സത്യവും, പോകുന്നിടത്തോളം പോകട്ടെ എന്നുള്ളതാണ്. പക്ഷെ നമ്മൾ ഒരിക്കലും ഇത് ചിന്തിക്കാതിരിക്കരുത്. ഇത് ചിന്തിക്കേണ്ട ആവശ്യമേ ഇല്ല, വരുന്നതൊക്കെ അവിടെ വെച്ച് കാണാം എന്ന് പറയുമ്പോൾ എന്താ യഥാർത്ഥത്തിൽ വരുന്നത് എന്നുള്ളത് നമ്മൾ എങ്ങനെയാ അവിടെ വെച്ച് കാണാൻ തയ്യാറാവുക? വരുന്നത് അവിടെ വെച്ച് കാണാം, ശരി, വരുന്നത് അവിടെ വെച്ച് കാണാം. അവിടെ വെച്ച് കാണുന്ന സമയത്ത് ഇതൊക്കെയാണ് വരുന്നത് എന്ന് ചിന്തിക്കാൻ പോലും പറ്റാത്തതാണ് ചിലപ്പോൾ സംഭവിക്കുന്നതെങ്കിൽ, സംഭവിക്കാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ചിലപ്പോൾ അതാണ് സംഭവിക്കുന്നതെങ്കിൽ അപ്പൊ എന്താ ചെയ്യാം? ഏതായാലും കുറേ വ്യക്തികളുടെ കമന്റുകൾ ആണ് ഇന്ന് വായിക്കുന്നത്. കുറേ വ്യക്തികൾക്ക് ജീവിക്കേണ്ടത് ഒരു പൂജ പോലെ സാർ പഠിപ്പിക്കുന്നതിൽ സംതൃപ്തിയുണ്ട് സാർ. ഇതുവരെ കേൾക്കാത്ത, ഇതുവരെ അറിയാത്ത കാര്യങ്ങളാണ് സാർ പറയുന്നത്. ഇത് നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കാനാണ് ശരിക്കും ഞാനിത് പറയുന്നത്. കാരണം നമ്മളിങ്ങനെ ചിന്തിച്ചിട്ടില്ല. ശരിക്കും നമ്മൾ പറയാറുണ്ട്, വിശപ്പറിയണമെങ്കിൽ ഭക്ഷണം കഴിക്കാതെ ഒരു ദിവസം കിടക്കണം, ഇരിക്കണം, നടക്കണം, അപ്പോഴേ വിശപ്പ് എന്താണെന്നറിയുള്ളൂ. ഭക്ഷണമില്ലാത്തപ്പോൾ വിശപ്പ് എന്താണെന്നറിയാം. മരുന്ന്, നല്ല വേദനയുള്ള ശരീരത്തിന് മരുന്ന് കൊടുക്കാതിരുന്നാൽ വേദന എന്താണെന്നറിയാം. വളരെയധികം ഇൻസൾട്ടിംഗ് ആയിട്ടുള്ള വാക്കുകളൊക്കെ കേൾക്കേണ്ടി വരുന്നു, തിരിച്ചു പറയാനും പറ്റണില്ല. അപ്പോഴാണ് ആ ഹൃദയവേദന, മനോവേദന എന്താണെന്നറിയാം. ആ അറിവ് നമ്മൾ പകർന്നു കൊടുക്കുന്നു. അതുകൊണ്ട് ഇനിയുള്ള ജീവിതമെല്ലാം ഭയപ്പെട്ട, എനിക്ക് എന്ത് സംഭവിക്കുമോ ഈശ്വര, എനിക്ക് എന്താ സംഭവിക്കാം, അങ്ങനെയൊക്കെ ചിന്തിച്ച് ജീവിക്കാനല്ല. മറിച്ച് 5th ഗിയറിലിട്ട് വണ്ടി ഓടിക്കരുത്. വണ്ടിയിൽ കുണ്ടും കുഴിയുമുണ്ട്, ശ്രദ്ധിച്ചില്ലെങ്കിൽ വണ്ടിക്ക് അപകടം പറ്റും, നിങ്ങൾക്ക് അപകടം പറ്റും. അങ്ങനെ ഒന്ന് സൂചിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഈ കുടുംബ സന്ദേശം എന്ന് നിങ്ങൾ അറിയണം. ഇത് പലരുടെയും മനസ്സിൽ മാറ്റം വരുന്നത് ഇതൊരു കഥ പോലെ, ഒരു സീരിയൽ പോലെ പറയുന്നത് പറയുന്നത് അല്ലാത്ത രീതിയിൽ പറയുന്നതുകൊണ്ടാണ്. അനുഭവത്തിന്റെ തീച്ചൂളയിലുള്ള വാക്കുകളാവുന്നത് കൊണ്ടാണ്. കാരണം ഞാൻ ഈ കഴിഞ്ഞ കുറെ കാലമായിട്ട് കണ്ടതാ ഇതെല്ലാം. അപ്പൊ പിന്നെ കേട്ടത് നിങ്ങളോട് പറയുന്നതിനേക്കാളും കണ്ടത് പറയുമ്പോഴത്തേക്കും ഉണ്ടല്ലോ, അതിന് വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാവണം അല്ലേ? സാക്ഷാത്ത്
അനുഭവൈഹി ദൃഷ്ടോ, അനുഭവം കൊണ്ട് കണ്ടതാണ്. അതായത് അപ്പോഴൊക്കെ ചിന്തിച്ചത് നമ്മളാണ് അവിടെ കിടക്കുന്നതെങ്കിൽ സാരമില്ല, കിടക്കേണ്ടി വന്നാൽ കിടക്കാം, അപ്പം ആലോചിക്കാം, ശരി, അപ്പം ആലോചിച്ചാൽ മതി. അപ്പൊ ചില തെറ്റുകൾ നമ്മൾ വരുത്താതിരിക്കാൻ ഇപ്പൊ ആലോചിക്കുന്നത് കൊണ്ട് തെറ്റില്ലല്ലോ. ഇവിടം മുതൽ അവിടം വരെ ആലോചിക്കണം എന്നല്ല, ഇടയ്ക്കൊന്ന് ആലോചിക്കണം. ഇടയ്ക്കൊന്ന് കേൾക്കുമ്പോൾ മാത്രം ആലോചിക്കണം. നമ്മളുടെ ഭാഗത്തുനിന്ന് പിഴവുകളും കുഴപ്പങ്ങളും വരരുത് എന്നുള്ളത്. അതാണ് യഥാർത്ഥത്തിൽ ഇതൊരു പൂജ പോലെ തന്നെ എന്നവർ പറഞ്ഞത് നന്നായി. പൂജ പോലെ തന്നെയാണ് ഞാനിത് വിവരിക്കുന്നത്. ഇതൊരു പൂജാമന്ത്രങ്ങൾ ചേർത്ത് നിങ്ങൾ പങ്കെടുക്കാൻ വേണ്ടിയാണ് ഇതിൽ പറയുന്നത്. അടുത്ത ഒരു പോയിന്റ്, ഭർതൃഗൃഹത്തില് പലപ്പോഴും ചെന്ന് കയറുന്ന ഭാര്യ ഒറ്റപ്പെട്ടു പോകുന്നു സാറേ. അപ്പോ വിവാഹത്തിന് മുമ്പ് ഈ ഭർത്തൃ വീട്ടുകാരും ഒക്കെ ആയിട്ടൊരു ബന്ധം ഉണ്ടാക്കാം, വീട്ടുകാരായിട്ട് ബന്ധം ഉണ്ടാക്കാം. അതിനാൽ നമ്മൾ ഈ ജാതകം കൊടുക്കല്, പെണ്ണ് കാണല്, പുര കാണല് എന്നൊക്കെ പറയുന്നത് ഈ ബന്ധം ഉണ്ടാക്കാനാണ്. ഒറ്റപ്പെടാൻ സാധ്യതയുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ അതിനുള്ള മറുമരുന്ന് 1, 2, 3 ആഴ്ചകൾക്ക് മുമ്പ് തന്നെ ഈ മക്കൾക്ക്, പെൺകുട്ടികൾക്ക് അമ്മ, അച്ഛൻ, കുടുംബത്തിലുള്ളവര്, സുഹൃത്തുക്കൾ പറഞ്ഞു കൊടുക്കണം. പലരുടെയും അനുഭവങ്ങൾ പങ്കുവെക്കണം എന്ന് പറയുന്നത് അനുഭവങ്ങൾ കേട്ട് രസിക്കാനോ കരയാനോ അല്ല, മാനസികമായിട്ട് തയ്യാറെടുക്കാനാണ്. അപ്പോൾ ഭർതൃഗൃഹത്തിൽ പോകുമ്പോൾ ഒറ്റപ്പെടാതിരിക്കാൻ എന്തൊക്കെയാണോ ചെയ്യേണ്ടത്, ഭർതൃഗൃഹത്തിലേക്ക് പോവാതിരിക്കാൻ സാധ്യമല്ലല്ലോ. ഇപ്പൊ പോകുമ്പോൾ എന്തൊക്കെയാണോ ചെയ്യേണ്ടത് അതെല്ലാം ചെയ്യും. അടുത്തത്, എൻ്റെ ജീവിത പങ്കാളി യാത്രയായി സാറേ 4 വർഷം മുമ്പ്. ഒരു കാര്യം ഉറപ്പാ, ജീവിത പങ്കാളി യാത്രയാവുമ്പോഴും അതിൻ്റെ സ്മരണകള് നമ്മളെ ഇങ്ങനെ, ഞാൻ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്ന വാക്ക്, നമ്മളിങ്ങനെ വേട്ടയാടുന്നു എന്നാണ്. ഫോട്ടോ കാണുമ്പോൾ, വാക്കുകൾ ചിന്തിക്കുമ്പോൾ, ആ ദിവസങ്ങളിങ്ങനെ കടന്നു പോകുമ്പോൾ എല്ലാം നമ്മളുടെ മനസ്സിൽ ഒരു പ്രത്യേക വികാരമാണ് ഉണ്ടാക്കുന്നത്. ജീവിത പങ്കാളി 4 വർഷം മുമ്പ് യാത്രയായി എന്ന് പറയുമ്പോഴത്തേക്കും 4 വർഷമായില്ലേ, ഇനിയിപ്പോൾ എന്തെന്ന് അത് ആലോചിച്ചുകൊണ്ടിരിക്കുന്നതെന്നല്ല, ചിന്തകളിങ്ങനെ നമ്മളുടെ തലയിൽ കൂടെ കടന്നു പോകും. എത്രയെല്ലാം എൻഗേജ്മെന്റ് ഉണ്ടെങ്കിലും, എത്രയെല്ലാം നമുക്ക് വർക്ക് ഉണ്ടെങ്കിലും, ഇൻവോൾവ്മെന്റ് ഉണ്ടെങ്കിലും, ഇതിങ്ങനെ ഇടയ്ക്ക് വരുമ്പോൾ ഒരു പ്രത്യേക ഫീലിംഗ് ആണ്. മനുഷ്യബന്ധത്തിന്റെ മൂല്യങ്ങൾ അറിയാൻ ഇത്ര കാലം കാത്തിരിക്കേണ്ടി വന്നല്ലോ എന്നുള്ളതാണ്. അമ്മ പോയപ്പോ, അച്ഛൻ പോയപ്പോ, ഭാര്യയുണ്ട്, മക്കളുണ്ട്, നമ്മള് പെട്ടെന്ന് നോർമലായി. പിന്നെ നോർമൽ ആവാത്തത് പാർട്ട്ണർ പോകുമ്പോഴാണ് അതറിയുന്നത്. ഇത്രയും അധികം എനിക്ക് കിട്ടിയ ഒരു വലിയ ഭാഗ്യം എന്ന് പറയുന്നത്, കുറേ കാലം അവൾ അനുഭവിച്ചത് കൊണ്ട്, വേദന സഹിക്കാൻ പറ്റാത്തത് കൊണ്ട് ഇനി പോയാൽ മതി എന്ന് ചിന്തിക്കേണ്ടി വന്നു. ഇനിയും അവളെ വേദനിപ്പിക്കാൻ പറ്റില്ല എന്ന്, പാടില്ല എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കേണ്ടി വന്നു. പക്ഷെ പ്രവർത്തിച്ചില്ല. 10 ദിവസമെങ്കിൽ 10 ദിവസം കൂടുതൽ കൂടെ ഉണ്ടല്ലോ കട്ടിലിലാണെങ്കിൽ എന്നുള്ളതാണ്. പക്ഷെ ആ ഹെർപ്പിസ് സോസ്ട്രസിന്റെ വേദന, സ്പൈനൽ കോഡിന്റെ വേദന, ബ്രെയിനിന്റെ അബ്നോർമാലിറ്റി, ഇതെല്ലാം കൂടി അനുഭവിച്ചൊരു മനുഷ്യൻ 10 ജന്മത്തിൽ അനുഭവിക്കേണ്ടി വരുമ്പോൾ ശരി മതി എന്നല്ലേ പറയാൻ പറ്റുള്ളൂ. ഒരു മരുന്നും വർക്ക് ചെയ്യാത്ത അവസ്ഥയുമായി. പിന്നെയും ഡോസ് കൂട്ടി കൊടുക്കാനാണ് ഡോക്ടർമാർ പറയുന്നത്. ഡോസ് കൂട്ടി എത്രയെന്ന് പറഞ്ഞാൽ ഡോസ് കൂട്ടി കൊടുക്കാം. ഡോസ് കൊടുക്കാൻ വിഷമം ഉണ്ടായിട്ടല്ല, അതിന്റെ അപകടം എന്താ, ഭയം തോന്നുന്നു. ഏതായാലും മനസ്സിന്റെ ആഴങ്ങളിൽ പതിക്കുന്ന വാക്കുകളാണ്. ഇത് മനസ്സിന്റെ ആഴങ്ങളിൽ പതിക്കാൻ വേണ്ടിയാണ്. ഇതൊരു ഒരു ഒരു എന്താ പറയാ, കുറച്ച് കേട്ട് അശ്രദ്ധയോടുകൂടി കേട്ട് പിന്നെ അതൊക്കെ അങ്ങനെയൊക്കെ ഇരിക്കും എന്ന് പറഞ്ഞു പോവാനല്ല. ശരിക്കിത് നമ്മളെ കൊണ്ട് ശ്രദ്ധയോടുകൂടി കേൾപ്പിക്കണം എന്ന് വിചാരിച്ച് തന്നെയാണ് ഇത് പറയുന്നത്. മനസ്സിന്റെ ആഴങ്ങളിൽ ഇത് പതിയണം. അതൊരാഗ്രഹം മാത്രമല്ല, അതൊരു ലക്ഷ്യവും കൂടിയാണ്. ആരിൽ നിന്നും ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കാത്ത സന്ദേശങ്ങളാണ് സാറേ.
ഇത് തികച്ചും വ്യത്യസ്തത പുലർത്തുന്നു. വിവാഹത്തിന് മുമ്പും വിവാഹത്തിന് ശേഷവും അതിനുശേഷമൊക്കെ ധാരാളം കൗൺസിലിങ്ങും ധാരാളം അഡ്വൈസിങ്ങും ധാരാളം കാര്യങ്ങളൊക്കെ പലരും കൊടുക്കാറുണ്ട്, ധാരാളം പേര് കൊടുക്കാറുണ്ട്. അതെല്ലാം ഒരു റിച്വല് മാതിരിയാണ് കൊടുക്കുന്നത്. ആരൊക്കെയോ എന്തൊക്കെയോ എഴുതിയിട്ടുണ്ട്, ഇത് മുഴുവനും ഞാൻ വായിക്കുന്നില്ല. ഇത് കഴിഞ്ഞിട്ട് പിന്നീട് വായിച്ചിട്ട് വേണമെങ്കിൽ ഞാനിതാക്കാം. ഇതിന് വേറെ ഒരു ലക്ഷ്യവുമില്ല. ഇപ്പൊ പറഞ്ഞ മാതിരി തന്നെ ആരിൽ നിന്നും ലഭിക്കാത്തത് താല്പര്യമുള്ളവർക്ക് അത് കേൾക്കുക കഴിഞ്ഞാൽ മാറ്റം ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി മാത്രമാണ്. വേറെ പ്രത്യേകിച്ച് ഇതിനകത്ത് ഒരു ലക്ഷ്യവും ഇല്ല, വേറൊന്നുമില്ല. അടുത്ത ഒരാളുടെ കമന്റ്, വലിയമ്മയോട് വന്നു കഴിഞ്ഞാൽ വലിയമ്മയോട് ഓഫീസിലെ കാര്യങ്ങളൊക്കെ പറയും, വലിയമ്മയോട് അഭിപ്രായമൊക്കെ ചോദിക്കും. മറ്റ് വീട്ടിലുള്ളവരാരും അവരെ മൈൻഡ് ചെയ്യാറില്ല. അതുകൊണ്ട് വലിയമ്മയ്ക്ക് എന്നെ വലിയ ഇഷ്ടമാണ്. സത്യത്തില് ഒരു മനുഷ്യനെ അംഗീകരിക്കുക എന്നുള്ളതാണ്. അവരോട് പറയാനുള്ളത് പറയുക, അവരിൽ നിന്ന് നമുക്ക് എടുക്കാനുള്ളത് എടുക്കുക. ഈ ഷെയറിങ് എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. ആ ഷെയറിങ്ങിന്റെ ബേസ് എന്ന് പറയുന്നത് കെയറിങ് ആണ്. ഞാനൊരാളോട് പങ്കുവെക്കുമ്പോഴാണ് അയാൾ എൻ്റെ പങ്കാളിയാവുക. വലിയമ്മയോട് പറയാനുള്ളത് പറയുക. പക്ഷെ പലപ്പോഴും പറയുന്നത് കേൾക്കാൻ താല്പര്യമില്ലാത്തവരോട് പറയരുത്. പറയുന്നത് കേൾക്കാൻ താല്പര്യമില്ലാത്തവരോട് പറയുമ്പോൾ അവർക്ക് അതൊരു ഭാരമാവും, ബോറിംഗ് ആവും. അവരത് ചിലപ്പോൾ തട്ടിക്കളഞ്ഞു വരും. അതുകൊണ്ട് താല്പര്യമുണ്ടെങ്കിൽ അത് പറഞ്ഞു കൊടുക്കാം. അത് പറഞ്ഞിങ്ങനെ വളരെ രസകരമായ രീതിയിൽ ഒരു കഥ പറയുന്ന മാതിരി പറയണം. എൻ്റെ തലയിലെ ഭാരവും ദുഃഖവും പ്രശ്നങ്ങളും നിങ്ങളുടെ തലയിൽ വെക്കുകയാണെന്നുള്ള രീതിയിൽ പറയരുത്. പലപ്പോഴും പലർക്കും ഇപ്പൊ കേരളത്തിൽ പ്രത്യേകിച്ചും നമ്മുടെ സന്തോഷങ്ങളും നമ്മുടെ ദുഃഖങ്ങളും നമ്മൾ പറയുന്നത് കേൾക്കാൻ ആരുമില്ല. പലപ്പോഴും കേൾക്കാൻ ഇയാള് തയ്യാറാണ് എന്ന് വിചാരിക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരു മിനിറ്റ് 2 മിനിറ്റ് ഒക്കെ കഴിയുമ്പോൾ അദ്ദേഹം പറയും, എനിക്ക് പോകാനുണ്ട്, ഞാൻ പോയിട്ട് വരട്ടെ എന്ന് പറയും. കുറെ പേര് ആശ്വസിപ്പിക്കാൻ എന്ന രീതിയിൽ കഴിഞ്ഞ മാസം ഇവിടെ വന്നിരുന്നു. അവർ വന്നിട്ട് കുറേ നേരം ഇരുന്ന് ആശ്വസിപ്പിക്കാനുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് വന്നത്. ഞാൻ പറഞ്ഞത് വേണ്ട, കാരണം ഇങ്ങനെ ഓരോന്നും പറഞ്ഞ് അവത് എവിടെയാ ചെന്നെത്തുന്നതെന്നൊന്നും അറിഞ്ഞൂടാ. അത് കാരണം ദുഃഖമുള്ളവൻ ആണ് മറ്റുള്ളവരുടെ പങ്കുവയ്ക്കുക. അത് കേൾക്കാൻ സന്നദ്ധരാവര്. അത് മരണത്തിന്റെ ദുഃഖം മാത്രമല്ല, ഓഫീസിലുള്ള ദുഃഖങ്ങള്, ഭാര്യാഭർത്തൃ ബന്ധത്തിലെ ദുഃഖങ്ങള്, കുടുംബ ബന്ധത്തിലെ പ്രശ്നങ്ങള്, ഇതൊക്കെ ആരോടെങ്കിലൊക്കെ ഒന്ന് പറയണ്ടേ. അകത്ത് തിങ്ങി വിങ്ങി നിറയുന്നത് പണ്ടത്തെ കാലത്ത് നിങ്ങളിൽ ചിലർക്കെങ്കിലും അനുഭവിച്ചിട്ടുണ്ട്. തലവേദനിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ അമ്മ ചെയ്യാറുള്ളത് തുളസി, ചുവന്ന തുളസി, കൃഷ്ണ തുളസി എടുത്ത് നല്ലോണം കഴുകും. എന്നിട്ട് അതില് ചെറിയ ഉള്ളി എൻ്റെ തൊലി കളഞ്ഞ് 1-2 പീസും കൂടി ഇട്ടിട്ട് ഇടിക്കും. തുളസിയും ഉള്ളിയും കൂടി ഇടിച്ച് ഒരു തുണിയില് ഒരു കിഴി മാതിരി വെച്ച് ഒരു 2-3 ഡ്രോപ്പ് ഈ കണ്ണിലേക്ക് 2-3 ഡ്രോപ്പ് ഈ കണ്ണിലേക്ക് ഒഴിക്കും. അസല് നീറ്റല, ഉള്ളിയല്ലേ ഒഴിക്കുന്നേ, ഭയങ്കര നീറ്റല. അപ്പോ അമ്മ പറയും, ഈ തലവേദനയ്ക്ക് കാരണമായിട്ടുള്ള വിങ്ങല് അത് മുഴുവനും കണ്ണുനീർത്തുള്ളിയായിട്ട് പോയി കഴിഞ്ഞാൽ തലവേദന കുറയുമെന്ന് പറയും. അത് 10, 15, 20 വർഷം അമ്മ ചെയ്തുകൊണ്ടിരുന്നു. ആർക്ക് തലവേദന ഉണ്ടെങ്കിലും അതാ ചെയ്യാം, ഈ ചെറിയ ഉള്ളി. ഈ വിങ്ങല് അത് വെള്ളമായിട്ട് പുറത്തേക്ക് പോകണം. നമ്മളുടെ മനസ്സിലുള്ള വിങ്ങലാണ് നമുക്ക് താങ്ങാൻ പറ്റാത്തത്. ആരോടെങ്കിലും പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് കുറെയെങ്കിലും പോയി കിട്ടണം. അതുകൊണ്ട് നമ്മളുടെ ദുഃഖങ്ങൾ ആരോടെങ്കിലൊക്കെ പറയാൻ ഒരു 1000കണക്കിന് സുഹൃത്തുക്കളുള്ളതിൽ 1-2 പേര് വളരെ കോറായിട്ടുള്ളവരുണ്ടാവണം.
പറയുന്നത് കേൾക്കാനും പരിധിക്കപ്പുറം ഉപദേശം തരാതിരിക്കാനും, വേണ്ടതിനും വേണ്ടാത്തതിനും ഉപദേശം തരുന്നവരെ അതൊരു രസമില്ല 21-ാം നൂറ്റാണ്ടില്. മാത്രമല്ല നമ്മളുടെ വേവ് ലെങ്ത് ഉള്ളവർ വേണം അങ്ങനെ ഒരാള്. അങ്ങനെ 1-2-3 പേര് എനിക്കുണ്ട്. അതുകൊണ്ട് വൈകുന്നേരത്തെ ക്ലാസ് കഴിഞ്ഞാൽ, ഭഗവത്ഗീതയുടെ ക്ലാസ് കഴിഞ്ഞാൽ നമ്മൾ കുറച്ചു നേരം ഇങ്ങനെ സംസാരിക്കാറുണ്ട്, മിക്കവാറും എല്ലാ ദിവസവും. അതൊരു ഭയങ്കര റിലീഫാണ്. ഞാൻ നിങ്ങളോടും അപേക്ഷിക്കുന്നു, നമ്മളുടെ ജീവിതത്തിലെ ഒരു 70% കാര്യങ്ങൾ നമുക്ക് വേണ്ടപ്പെട്ടവരുമായിട്ട് പങ്കുവയ്ക്കാം. 20% കാര്യങ്ങൾ വളരെ അടുത്തവരുമായിട്ട് നമുക്ക് ചർച്ച ചെയ്യാം. ഒരു 5% 1-2 പേരുമായിട്ട് ചർച്ച ചെയ്യാം. അപ്പൊ 70 + 20 90 + 5. ലാസ്റ്റ് 5% ഏറ്റവും അടുത്ത വ്യക്തികളായിട്ട് പങ്കുവയ്ക്കാം. അവസാനത്തെ 5% ആരുമായിട്ട് പങ്കുവെക്കണ്ട. അതനുഭവിച്ച് നമ്മളുടെ കൂട്ടത്തില് തീയില് കത്താനുള്ളതാണ്. യഥാർത്ഥത്തില് ഈ ദുഃഖങ്ങളൊക്കെ നമുക്ക് പങ്കുവെക്കാനാണ് ഈ ഒരു പ്രോഗ്രാം തന്നെ. ധാരാളം പേർക്ക് അത് കരച്ചിലായിട്ട്, ദുഃഖമായിട്ട്, വേദനയായിട്ട്, കമന്റുകളായിട്ടൊക്കെ പോകുന്നുണ്ട്. അങ്ങനെ പോടാം. അതിനുവേണ്ടി മാത്രമാണ് ഈ പ്രോഗ്രാം. അടുത്തത്, പല പ്രശ്നങ്ങളും പരിഹരിക്കുന്നത് മൗനം പാലിക്കുന്നതിലൂടെയാണ്. പല പ്രശ്നങ്ങളും മൗനം പാലിക്കുന്നതിലൂടെ പരിഹരിക്കാൻ സാധിക്കും എന്നുള്ളതിനേക്കാളുപരി പല പ്രശ്നങ്ങളും ഉണ്ടാകാതിരിക്കാനും അത് സഹായിക്കും. പക്ഷേ നിരന്തരം സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി, നിരന്തരം അഭിപ്രായം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി പെട്ടെന്ന് മൗനത്തിലേക്ക് കടന്നാൽ അത് വേറെ രീതിയിൽ ചിലപ്പോ വ്യാഖ്യാനിക്കപ്പെടില്ല, ചിന്തിക്കും. അപ്പൊ മൗനത്തിലേക്ക് കടക്കുമ്പോൾ ഒരു 10-18 ദിവസം നമ്മൾ അഭിപ്രായം പറയുന്നത് വളരെ സാവധാനത്തിൽ കുറച്ചുകൊണ്ട് വരിക. അഭിപ്രായം പറയുന്നത് കുറയ്ക്കുന്നത് എൻജോയ് ചെയ്തുകൊണ്ട് വരിക. അത് ആസ്വദിക്കണം. ഞാൻ ആവശ്യമില്ലാത്ത അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടില്ല, എനിക്കറിയാത്ത കാര്യങ്ങളെക്കുറിച്ച് ഞാനൊന്നും പറഞ്ഞിട്ടില്ല, എൻ്റെ അഭിപ്രായത്തിന് വിലയുണ്ടാവാൻ സാധ്യതയില്ലാത്ത സ്ഥലത്ത് ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പൊ ഞാൻ എൻ്റെ വാക്കുകളെ മൂല്യമുള്ളതാക്കി നിർത്തുന്നു. വേണ്ട സ്ഥലത്തും വേണ്ടാത്ത സ്ഥലത്തും ഞാൻ ഇതൊരു 10-18 ദിവസം ഇങ്ങനെ തുടരുക. എൻ്റെ അനുഭവം കൂടി അതാണ്. പ്രത്യേകിച്ച് കഴിഞ്ഞ കുറെ 1-2-3-4 മാസമായിട്ട് 1-2-3 മാസമായിട്ട് പ്രത്യേകിച്ചു. ആവശ്യമുണ്ടെങ്കിൽ പറയാം, ചോദിച്ചാൽ ഉത്തരം പറയാം, ചോദിച്ചില്ലെങ്കിൽ പറയണ്ട. ആ മൗനം വളരെ സഡൻലി പ്രതിഷേധാത്മകമായ മൗനവ്രതമല്ല. മറിച്ച് നിങ്ങൾ ചെയ്യാനുള്ളത് ചെയ്യും. നിങ്ങൾക്ക് എൻ്റെ എല്ലാ സജഷൻ വല്ലതും വേണമെങ്കിൽ 1-2 വരിയിൽ പറയാം. വളരെ എഫക്റ്റീവാണ്. അപ്പൊ അതുകൊണ്ട് പല പ്രശ്നങ്ങളും പരിഹരിക്കാൻ മൗനം പാലിക്കുന്നു. പറയാൻ പറ്റുന്നത് മാത്രം പറയുന്നു. അത് അദ്ദേഹം തന്നെ എഴുതിയതാണ്. മതി, പറയാൻ പറ്റുന്നത് മാത്രം പറയുന്നതല്ല, പറയേണ്ടത് മാത്രം പറയാം. അതും കേൾക്കുന്നവന് വേണമെങ്കിൽ. നമുക്കറിയാം, കുരുക്ഷേത്ര ഭൂമിയിൽ അർജുനൻ തളർന്നപ്പോൾ മാത്രമാണ് കൃഷ്ണൻ ഉപദേശിച്ചത്. അതിനു മുമ്പ് കൃഷ്ണൻ ഉപദേശിച്ചില്ല. അപ്പൊ ഉപദേശങ്ങളും അഭിപ്രായങ്ങളും നമ്മളുടേതായിട്ടുള്ള വീക്ഷണങ്ങളും ആവശ്യമുള്ള സ്ഥലത്ത് കൊടുക്കുക. അത് വേണമെന്ന് ഉറപ്പുവരുത്തുകയാണെങ്കിൽ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ, പ്രത്യേകിച്ചും പ്രായമാകുമ്പോൾ നമ്മൾ പറയുന്നത് അവരെടുക്കണം എന്ന് നിർബന്ധിക്കരുത്. ചിലപ്പോൾ അവരെടുത്തൊന്നും വരില്ല. പലരും അവരുടെ അടുത്ത് അഭിപ്രായം പറയുന്നുണ്ട്. അതിൽ അവർക്ക് ശരിയെന്ന് തോന്നുന്നത് പിന്നീടായിരിക്കും അപ്പോൾ എന്നോട് ഒന്ന് അഭിപ്രായം ചോദിച്ചു, ഞാൻ അഭിപ്രായം പറഞ്ഞു. പിന്നെ അവനത് കേട്ടേയില്ല. അവന്റെ ഇഷ്ടം മാതിരി ചെയ്തു. അവന്റെ ഇഷ്ടം മാതിരി ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് വേണം അഭിപ്രായം പറയാൻ. അവന്റെ ഇഷ്ടം മാതിരി ചെയ്യാനും സ്വാതന്ത്ര്യമുണ്ട് എന്നറിഞ്ഞിട്ടേ അഭിപ്രായങ്ങൾ പറയാവൂ.
ഞാൻ പറയുന്ന അഭിപ്രായം വളരെ പ്രധാനപ്പെട്ടതാണ്, ഗ്രേറ്റ് ആണ്, ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് എനിക്ക് തോന്നുന്ന മാതിരി അവർക്ക് തോന്നണമെന്നില്ല. അതുകൊണ്ട് പ്രായമാകുമ്പോൾ നമ്മൾ ഒറ്റപ്പെടുന്നു എന്ന് തോന്നുമ്പോൾ, നമ്മൾ വീട്ടിനകത്ത് നമ്മൾ പതുക്കെ പതുക്കെ തടയപ്പെടുന്നു എന്നൊക്കെ തോന്നുമ്പോൾ, ആവശ്യമില്ലാത്ത ചില കാര്യങ്ങളിൽ അഭിപ്രായം പറയുമ്പോൾ ചിലപ്പോൾ കിട്ടും. നിങ്ങളോട് ആരോടും ചോദിച്ചില്ലല്ലോ, പിന്നെ എന്തിനീ ആവശ്യമില്ലാതെ അഭിപ്രായം പറഞ്ഞുകൊണ്ട് വരുന്നു? നിങ്ങളോട് ചോദിക്കുമ്പോൾ നിങ്ങൾ പറഞ്ഞാൽ പോരെ എന്ന് ചെകിട തടി കിട്ടിയ മാതിരിയാവും. അതുകൊണ്ട് പലപ്പോഴും കറക്റ്റീവ് മെഷേഴ്സ്, മാറ്റങ്ങളും തെറ്റുതിരുത്തലുകളും ആരംഭിക്കേണ്ടത് നമ്മളിൽ നിന്ന് തന്നെയാണ്. കറക്റ്റീവ് മെഷേഴ്സും തെറ്റുതിരുത്തലുകളും ആരംഭിക്കേണ്ടത് നമ്മളിൽ നിന്ന് തന്നെയാണെങ്കിൽ നന്നായിരിക്കും. കൂടുതൽ സംസാരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ചിലപ്പോൾ തെറ്റുകൾ കൂടാൻ സാധ്യതയുണ്ട്. പണ്ടൊക്കെ പറയാറുണ്ട്, ധാരാളം വർക്ക് ചെയ്യുന്ന ആൾക്കേ തെറ്റുകൾ വരുള്ളൂ. ഒരു വർക്കും ചെയ്ത ആൾക്ക് ഒരു തെറ്റും വരില്ല, ഒരു വർക്കും ചെയ്യാത്ത ആൾക്ക് ഒരു തെറ്റും വരില്ല. ഒന്നും സംസാരിക്കാത്ത ആൾക്ക് ചെറിയ ചില തെറ്റുകളെ വരുള്ളൂ. നിരന്തരം സംസാരിക്കുന്ന ആൾക്ക് ധാരാളം തെറ്റുകൾ വന്നേക്കാം, അത് കേൾക്കുന്നവൻ ഇഷ്ടപ്പെടാത്തതുമായിരിക്കാം. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കുക. എൻ്റെ മകള് അമ്മയുടെ ഫോട്ടോയുടെ നെറ്റിയിൽ എപ്പോഴും ഭസ്മം ചാർത്തും. അതെൻ്റെ മകൾക്കൊരു വലിയ വികാരത്തിൻ്റെ ഇതാണ്. ഞാനും കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഈശ്വരന് പൂജയ്ക്ക് വെച്ചിരിക്കുന്ന കുറെ പൂക്കളെടുത്ത്, പൂജയ്ക്ക് വെച്ചിരിക്കുന്ന പൂക്കള് അടുത്ത ദിവസം അതെടുത്ത് ഇവളുടെ ഫോട്ടോയിൽ വെക്കും, വാടാത്തതുണ്ടെങ്കിൽ. കൂടെ ഉണ്ടായിരുന്നതല്ലേ 10-37 വർഷം, നീ വരില്ലല്ലോ എന്ന് പറഞ്ഞ് വെക്കും. കുറെ നേരം നിൽക്കും. അപ്പൊ അമ്മയുടെ നെറ്റിയില് മകള് ഭസ്മം ചാർത്തുന്നത് യഥാർത്ഥത്തിലൊരു വികാരം, വിചാരം, ഭക്തി. അടുത്തത്, ലേഡീസിന് പ്രാക്ടിക്കൽ നോളജ് കൂടുതലാണ്, അവർക്ക് സഹനശക്തിയും കൂടുതലാണ്. ജീവിതത്തിൽ അവരനുഭവിക്കുന്ന വേദന ശരിക്കും പറഞ്ഞാൽ വളരെ കൂടുതലാണ്. ഡെലിവറി ആണെങ്കിലും മറ്റു പല പല രീതിയിലുള്ള പ്രശ്നങ്ങളാണെങ്കിലും 365 ദിവസവും വീട്ടിലെ വർക്ക്. ഞാൻ അന്ന് പറഞ്ഞിരുന്നു, ഓഫീസിലെ വർക്ക് കഴിഞ്ഞ് വീട്ടിലെ വർക്ക്. അതിനിടയ്ക്ക് ഭർത്താവിന് ഇഷ്ടപ്പെട്ടത് കാലിന്റെ മുമ്പിൽ കൊണ്ടുപോയി കൊടുക്കേണ്ടി വരിക. എന്തെങ്കിലും ഒന്നിന് സ്വാദ് കുറഞ്ഞാൽ പച്ചയ്ക്ക് മുഖത്തടിച്ച മാതിരി പറയും. മക്കളുടെ വികൃതി, മക്കളെ പരിപാലിക്കല്, ഭർത്താവിനെ പരിപാലിക്കല്. പലപ്പോഴും ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട്. ഏറ്റവും വേദന തോന്നാറുള്ളത് അടുക്കളയിൽ വന്നൊന്ന് സഹായിക്കാത്ത ഭർത്താക്കന്മാര്. പേപ്പർ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചായ മുമ്പിൽ വേണം, എല്ലാം മുമ്പിൽ വേണം, ഊണ് കഴിക്കാൻ എല്ലാം റെഡിയാക്കി വിളിക്കണം, എന്നിട്ടൊരു കുറ്റം പറച്ചിലും. താങ്ങാൻ പറ്റാത്ത പരിപാടിയാണിത്. വെറുതെ ദൂരെ മാറി നിന്നത് ചിന്തിക്കുമ്പോൾ ഉണ്ടാവുന്ന ഹൃദയവേദന. ഓഫീസിൽ നിന്ന് വന്നിട്ട് ആ ബാഗ് താഴെ വെച്ച് മുഖം ഒന്ന് കഴുകുമ്പോഴായിരിക്കും കേൾക്കുന്നത്, വേഗം ചായ എടുക്കുക, എനിക്ക് അത് കഴിഞ്ഞിട്ട് വേണം പോവാൻ. തന്നെ ഉണ്ടാക്കിക്കൂടെ ഒരു ചായ? ഇത്രയും വലിയ ടെക്നോളജി ഒന്നും വേണ്ടല്ലോ. 6 വരി പാതയോ INS വിക്രാന്തോ ഉണ്ടാക്കുന്ന ടെക്നോളജി ഒന്നും ഒരു ചായ ഉണ്ടാക്കാൻ വേണ്ടല്ലോ. ചായ ഉണ്ടാക്കി അവള് വരുമ്പോൾ അവൾക്കും കൂടി ഒരു കപ്പ് ചായ കൊടുത്തു എന്ന് വിചാരിക്കാം. ബന്ധം വളരുന്നതിന് ഒരാൾ മാത്രം 24 മണിക്കൂറും ത്യാഗം സഹിച്ചത് കൊണ്ടൊന്നും കാര്യമായില്ല. ത്യാഗവും സുഖവും സന്തോഷവും എല്ലാം പങ്കിടുമ്പോഴാണ് അതൊക്കെ ആവുന്നത്. ഏതായാലും ലേഡീസിന് പ്രാക്ടിക്കലായിട്ടുള്ള നോളജ് കൂടുമെങ്കിലും സഹനശക്തിയും കൂടുതലാണ്, ക്ഷമയും അവർക്ക് കൂടുതലാണ്. ക്ഷമയാ ധരിത്രി. പലപ്പോഴും പ്രതികരിക്കാതെ എല്ലാം വിഴുങ്ങി എല്ലാം ക്ഷമിച്ചു കഴിയുന്ന ആ അമ്മമാരാണ് യഥാർത്ഥ ദേവതമാര്. ആ ഭാര്യമാരാണ് യഥാർത്ഥ ദേവതമാര്. യഥാർത്ഥത്തില് ഇതൊക്കെയാണ് ജീവിത സന്ദേശം. ഇനി നമ്മൾ നാളെ ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് പറഞ്ഞ് മറ്റന്നാൾ വീണ്ടും നമ്മൾ നിങ്ങളുടെ കമന്റുകളിലേക്ക് പോകും.
എല്ലാവർക്കും എൻ്റെ പ്രണാമം. എല്ലാ പ്രിയ കുടുംബാംഗങ്ങൾക്കും നിറഞ്ഞ കുടുംബ ബന്ധത്തിൻ്റെ കയ്പും മധുരവുമെല്ലാം സ്മരണയിൽ കൊണ്ടുവരാനായിട്ട് എൻ്റെ പ്രണാമം.